ഇന്ന് കാണിക്കുന്ന വീഡിയോ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നടന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ഒത്തിരി വീഡിയോസ് നമ്മൾ എടുത്തിരുന്നു. അതിൽ നമ്മൾ ഓഡിയൻസ് പൊതുജനങ്ങളുടെ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. മറ്റേ പ്രോഗ്രാമിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇതിനു മുമ്പ് കൂടുതൽ കാണിച്ചിരുന്നത്. എന്നാൽ ഇനി കാണിക്കാൻ പോകുന്ന ചില ഭാഗങ്ങൾ പൊതുജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഭാഗങ്ങളാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ തുറന്ന് കാണാം നമുക്ക്. ഹൈസ്കൂൾ വിഭാഗം വിളംബരജാഥയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് GHS പഴയരിക്കണ്ടം. എന്തായാലും വലിയ സന്തോഷം. കാരണം കഞ്ഞിക്കുഴി എന്ന ഈ ഒരു പട്ടണത്തിൽ ഇത്രയും വലിയ ഉത്സവം നടത്താൻ നമുക്ക് സാധിക്കുന്നു എന്ന് വലിയ ആശങ്കയായിരുന്നു. കഞ്ഞിക്കുഴിയിൽ ഇങ്ങനെയൊരു റവന്യൂ ജില്ലാ കലോത്സവത്തിന് അനുമതി ലഭിക്കുമോ എന്നുള്ളത് എന്നോടിപ്പം ഏറെ ബഹുമാനായ DD ഇപ്പൊ വേദിയിൽ എന്ന് പറഞ്ഞത്. കഞ്ഞിക്കുഴിയെ പറ്റി എല്ലാവർക്കും ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. പുറത്തുള്ളവരൊക്കെ ധരിക്കുന്നത് കഞ്ഞിക്കുഴി എന്ന ആ വാക്ക് കേൾക്കുമ്പോൾ സൗകര്യങ്ങളില്ലാത്ത ഒരു ചെറിയ ഗ്രാമമായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് കഞ്ഞിക്കുഴിയിൽ ഇങ്ങനെ ഒരു വലിയ മഹോത്സവം നടത്തുന്നതിന് സാധ്യമാവുമോ എന്നൊരു സംശയം ഉദിച്ചത്. പക്ഷെ ഇപ്പോ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലായി അതൊന്നുമല്ല. എല്ലാ സൗകര്യവും നിറഞ്ഞ വാഹന സൗകര്യമുള്ള, ചികിത്സാ സൗകര്യമുള്ള, താമസ സൗകര്യമുള്ള, ഭക്ഷണത്തിന് സൗകര്യമുള്ള, ഇരിപ്പിടത്തിന് സൗകര്യമുള്ള, ഗ്രൗണ്ടുള്ള, എല്ലാ രീതിയിലും സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കഞ്ഞിക്കുഴി എന്നുള്ളത്. എനിക്കെന്നെ പ്രിയപ്പെട്ട എല്ലാ കമ്മിറ്റികളോടും സംഘാടകരോടും ആതിഥേയ സ്കൂൾ മാനേജർ എന്ന നിലയിൽ ഒരു അഭ്യർത്ഥന പറയാനുള്ളത്,
നമ്മുടെ മക്കൾ പങ്കെടുക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വലിയ ഉത്സവം എന്ന നിലയിൽ ആദ്യ അവസാനം വരെ ഈ പ്രോഗ്രാമിൻ്റെ, ഈ മത്സരങ്ങളുടെ എല്ലാ രംഗത്തുമുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനവും എല്ലാവരുടെയും ഭാഗത്തുനിന്നാവണം. നമ്മളെല്ലാവരുടെയും കഞ്ഞിക്കുഴി എന്ന ഗ്രാമത്തിന്റെ தவிர்த்தருள்வாய் தேக்குடல் வானமுதே இங்கு சிற்றிடையாட்சியில் வெண்ணையுண்டாய் வையகம் காத்திடுவாய் கண்ணா மணிவண்ணா என்றன் மனச்சுடரே ஐயா நின் பதமலரே சரண் ஹரே 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 என்றார். நன்றி. வாதியன் பார் சொன்ன மாத்திரத்திலே மனதில் பிடிப்பார். எந்திர சூனியங்கள் இன்னும் எத்தனை ஆயிரம் இவர் துயர்கள். தந்தை பொருளை கொண்டோ ஜனம் தாங்குவர் உலகத்தில். சிப்பாயை கண்டஞ்சுவார் ஊர் செவகன் வருதல் கண்டு மனம் பதைப்பார். துப்பாக்கி கொண்டொருவன் வெகு தூரத்தில் வர கண்டு வீட்டில் ஒழிப்பார். அப்பாடையவனோ செல்வான், அவன் ஆடையை கண்டு பயந்திழந்து நிற்பார். വിഭാഗം തബല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്റ്റർ നമ്പർ 43 51 ഫൈനൽ കോഡ് 43 51. അവൾക്ക് തന്നെ അറിയാമായിരുന്നു. സോഫേ തള്ള വീണ്ടും ഉണർന്നു. എനിക്ക് വെറുതെ കൊണ്ടുകൊണ്ടാണ് വിസർക്കുന്നത്. അവൾ പറഞ്ഞത് കാര്യമുണ്ട്. ഇറച്ചി പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ജർമ്മൻ പട്ടാളക്കാർക്ക് മാത്രമുള്ളതാണ്. സാധാരണ പൗരന്മാർ കഴിക്കുന്നത് ജർമ്മൻസിനെ വിലക്കിയിരിക്കുന്നു. ഗേൾസിന്റെ ഭരതനാട്യ മത്സരത്തിന് രജിസ്റ്റർ ചെയ്ത കോഡ് നമ്പർ മേടിച്ച കുട്ടികളും ഈ മൈക്ക് പോയിന്റിൽ എത്തേണ്ടതാണെന്ന് അറിയിക്കുന്നു. HS ജനറൽ ഗേൾസിന്റെ ഭരതനാട്യ മത്സരത്തിന് രജിസ്റ്റർ ചെയ്ത് കോഡ് നമ്പർ കൈപ്പറ്റിയ മത്സരാർത്ഥികൾ ഈ മൈക്ക് പോയിന്റിൽ ഒന്നുകൂടി എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൂർത്തിയാക്കേണ്ടതാണ്. ഇനിയും HS ജനറൽ ഗേൾസ് ഭരതനാട്യ മത്സരത്തിന് പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ ഈ മൈക്ക് പോയിന്റിലെത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. HS ജനറൽ ഗേൾസിന്റെ ഭരതനാട്യ മത്സരത്തിന് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത മത്സരാർത്ഥികളും
ഈ മൈക്ക് പോയിന്റിൽ എത്തണമെന്ന് അറിയിക്കുന്നു. എഴുന്നേപ്പിച്ചോണ്ട് പോയി. ഹയർ സെക്കൻഡറി വിഭാഗം ബോയ്സിന്റെ ഭരതനാട്യ മത്സരം ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. തുടർന്ന് ഹയർ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. ചേട്ടന് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, കൊടുക്കണം, ലൈക്കും കൊടുക്കണം, സബ്സ്ക്രൈബും കൊടുക്കണം, ടിങ് ടിങ് മേടിക്കണം. അത്രേ ഉള്ളൂ. എന്നാൽ ശരി, ബൈ ബൈ. ഏത്തുമൂട്ട് ഇപ്പോൾ അമ്പാണ്ടി പൈപ്പ്, ഏത്തുമൂട്ട് പൊള്ളി മൂട്ട്. കൊണ്ടവർ ഭൂതി പിടിച്ചിക്കൊണ്ട ബുദ്ധാലിബാവയിലും വിശേഷങ്ങൾ ഒരുക്കപ്പെട്ടേ ഓരിടുന്ന സഫർ നിറമബിയല്ലാഹമരാ പുതുമാ കശവാകയും മികവാ. മാർഗംകളിക്ക് രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലും സ്കൂളുകളുണ്ടെങ്കിൽ ഇനിയും 3 സ്കൂളുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എത്രയും പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കണം. സമയബന്ധിതമായി മത്സരങ്ങൾ നടക്കേണ്ടതിനാൽ സഹകരിക്കുമല്ലോ. മത്സരത്തിൽ ജയിച്ച് ഫസ്റ്റ് ഗ്രേഡ് ലഭിച്ച ടീം അംഗങ്ങൾ മീഡിയ റൂമിൽ ചെന്ന ശേഷം മാത്രമേ ഗ്രൗണ്ടില്
സമാപന സമ്മേളനം കുറിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇത് നമുക്ക് ഇടുക്കിയുടെ ഒരു ഉത്സവമായിരുന്നു. അത് വളരെ സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ അത് ആസ്വദിച്ചും ആ കലാപരിപാടികളും നമ്മുടെ കലോത്സവ മികവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഈ 3-4 ദിവസം വളരെ സന്തോഷത്തിന്റെ ആറാട്ടിലായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ച് കലോത്സവം സമാപിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കഞ്ഞിക്കുഴിയുടെ വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിലും മറ്റു പള്ളിയുടെ പാരിഷ് ഹാളിലും ഒക്കെയായിട്ട് വിവിധങ്ങളായ സ്റ്റേജുകളിൽ വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ ജില്ലയുടെ പല ഭാഗത്തു നിന്നും സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള മത്സരാർത്ഥികളും അധ്യാപകരും അവരെ പ്രതിനിധീകരിച്ച മാതാപിതാക്കളും ഒക്കെ ഇടുക്കിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇടുക്കിയുടെ ഒരു മാമാങ്കമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ജയരാജ് സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന പേര് തന്നെ ഒരു ഐശ്വര്യമാണ്. കഞ്ഞിക്കുഴി എന്ന് പറയുന്ന പേര് ഒട്ടേറെ സ്ഥലങ്ങളിൽ ഉണ്ട്. കോട്ടയം കഞ്ഞിക്കുഴി, അതുപോലെ തന്നെ കൊല്ലം, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇടുക്കിയെ മിടുക്കിയാക്കുന്ന കഞ്ഞിക്കുഴി ഈ മാമാങ്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയപ്പോൾ അതിന് തിരിതെളിച്ച് നമ്മുടെ മിനിസ്റ്റർ റോഷിയാസ് സാർ തിരിതെളിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഇന്ന് നമുക്കിവിടെ സമാപിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ കലോത്സവം വളരെ ഭംഗിയാക്കുന്നതിന് എല്ലാ സ്കൂളുകളിൽ നിന്നും മികച്ച കലാപരിപാടികളുമായി അധ്യാപകരും അവരുടെ മാതാപിതാക്കളും അവരുടെ ഗുരുഭൂതന്മാരും ഒക്കെ എത്തി. നമുക്കറിയാം, ഇതുപോലെയുള്ള വേദികളിൽ അവതരിച്ചപ്പോൾ 1ാം സമ്മാനം വാങ്ങിക്കുക എന്നുള്ളതല്ല, അവരെ ഈ വേദികളിൽ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരുകയും അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും ഈ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുവാനും ഒക്കെ കിട്ടിയ അവസരം വളരെ ഒരു വലിയ ഭാഗ്യമായി തന്നെ കണ്ടുകൊണ്ട് 1ാം സമ്മാനാർഹരായിട്ടുള്ള കുട്ടികളെ ഏറ്റവും സ്നേഹത്തോടുകൂടി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ വരും കാലങ്ങളിൽ ഇന്ന് പരിപാടി അവതരിപ്പിച്ച് കൂടുതൽ നല്ല പരിപാടികൾ അവതരിപ്പിക്കുവാൻ അവർക്ക് കഴിയട്ടെ. അവരുടെ സ്വപ്നത്തിനൊത്ത് അവരെ കലയെ വളർത്തിക്കൊണ്ട് വരുവാൻ അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ ഗുരുഭൂതർക്കും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വിജയികളായവരെയും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രയത്നിച്ച എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്യുന്നു. ഇടുക്കി ജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ആരാധനായ ടി പിപ്പ് ജയരാജ് സാറ്, സ്വാഗതം ആശംസിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട സ്വീകരണ കമ്മിറ്റിയുടെ കൺവീനർ ഷൈൻ ജോസ് സാറ്, ഏറ്റവും ബഹുമാനിയായ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷാജി സാറ്, ഈ വേദിയിൽ ഉപസ്ഥരായിരിക്കുന്ന അധ്യാപക സംഘടനയുടെ നേതാക്കന്മാര്, അതിലുപരി വിവിധ AU-മാര്, മറ്റധ്യാപകര്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, ബാങ്ക് പ്രസിഡന്റുമാര്, സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഇതിൻ്റെ പബ്ലിസിറ്റി കൺവീനർ ജിമ്മി മറ്റത്തിപ്പാറ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ വൈകിയ വേളയിൽ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരേണ്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആളുകൾ. 26-ാം തീയതി മുതൽ ഇന്ന് വരെ നടന്ന ഈ കലോത്സവ മാമാങ്കത്തിൽ 4500 വിദ്യാർത്ഥികളെ 7 സബ് ജില്ലാ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ വേദിയിൽ ഇവിടെ മാറ്റിവെക്കുകയാണ്. ആ മാറ്റിവെച്ച മുഴുവൻ മത്സരാർത്ഥികൾക്കും എല്ലാവിധ നന്മകളും ഞാൻ നേരിടും. നമുക്കറിയാം, ഏത് മത്സരമാണേലും ആ മത്സരത്തിൽ 1 അല്ല 2 പേരെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. വിവിധ ഇനങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട ആ വിദ്യാർത്ഥികളോടൊപ്പം ഈ മാമാങ്കത്തിൽ പങ്കെടുത്ത എൻ്റെ കൊച്ചനുജന്മാർ, അനുജത്തിമാര് ഈ മാമാങ്കത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. 7 സബ് ജില്ലയിൽ നടത്തിയ മത്സരത്തിൽ വിജയിച്ചവരാണ് ഇന്ന് ഈ നമ്മുടെ ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവത്തിൽ ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. നാളെ അല്ലെ അടുത്ത ദിവസം നമ്മുടെ കേരളത്തിന്റെ മുഴുവനായുള്ള കലോത്സവത്തിൽ പങ്കെടുക്കേണ്ടവരാണ് ഇവിടെ വിജയിച്ച ഇതിന്റെ മറ്റ് മത്സരത്തിൽ വിജയിച്ച സഹോദരന്മാർ. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്, ഇത് ഒരു കൂട്ടായ്മയുടെ വിജയം. ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ആ മത്സരത്തിൽ ആ മത്സരിക്കുന്ന വിദ്യാർത്ഥിയും
അത് നേതൃത്വ അധ്യാപകരും അവരുടെ മാതാപിതാക്കന്മാരടങ്ങുന്ന ഒരു സംഗമമാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവരുടെ കൂട്ടായ്മയാണ് ഈ മത്സര വേദികളിലെ അത് വളരെ അത്ഭുതപരമായ നേട്ടത്തിന് അല്ലെ അതിൻ്റെതായ വിജയത്തിനെ നാന്ദി കുറിക്കുന്നത്. ഈ മത്സരത്തിലൊക്കെ നമ്മൾ ഓരോ പ്രതിഭകളെ കണ്ടെടുക്കുന്നു. പ്രതിഭ എന്ന് പറയുന്നത് പ്രകാശിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഓരോ പ്രതിഭകളായി വന്ന ഒത്തിരിയേറെ മിടുക്കന്മാരും മിടുക്കന്മാരുമുണ്ട്. അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുക. നമുക്കറിയാം, ഇവിടെ ജയരാജ് സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയ വർണ്ണവർഗ ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി ഒരേ ചിന്താഗതിയോടുകൂടി ഒരുമയോട് നമ്മൾ കാണുന്നത് നമ്മൾ ഈ മത്സരവേദികളിൽ. ഈ മത്സരവേദികളിൽ സർവ്വതം പറഞ്ഞ് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന രീതിയിൽ, എല്ലാവരെയും ആവേശപരമാക്കുന്ന രീതിയിൽ, സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ബഹുമാനത്തോടെ സ്വാഗതം ആശംസിക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജ് സാർ. അദ്ദേഹം റിട്ടയർഡ് പ്രൊഫസറാണ്. ഇങ്ങനെയൊരു കലോത്സവത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് അദ്ദേഹം എത്തുക എന്നുള്ളത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാ അധ്യാപകനായിരുന്ന ഒരാൾ. ഈ ശരിക്കും പറയുകയാണെങ്കിൽ നിയമസഭയിൽ ഇത്രയും സ്നേഹത്തോടെ ആദരവോടെ നമ്മുടെ മുന്നിലേക്ക് അംഗരാഗം പൂജിതാഭസ്മമലശേഖരമായ കപാലം ദൂതം പുലിത്തോ ഹരികാല തിലകമായി തൃക്കൺ കഴുത്തിലതരത്നഹാരം പോലെ സർപ്പരാജൻ എന്തത്ഭുതം പരം പരമേശ്വരനോ തിരുമൽ നാളെ മഹേന്ദ്രജാലം. സ്കൂൾ വിക്കിയിലെ
കോഡ് നമ്പർ 312 ഓൺ ദ സ്റ്റേജ്. Play by USB Drive. ഒരു പിടിയന്നം കുടിച്ചതിൻ പേരിൽ ജീവൻ വെടിഞ്ഞവരെ മധു ചൊടിക്കാൻ ഒരു മകനെ തലകുലിച്ചിടുന്നു ലോകം, തലകുലിച്ചിടുന്നു ലോകം, തലകുലിച്ചിടുന്നു ലോകം. അടുത്ത കോഡ് നമ്പർ 312. കോഡ് നമ്പർ 312 ഫസ്റ്റ് കോൾ. അതെ വേണ്ട ഇതിന്റെ കാര്യം വേണ്ടതല്ലേ അല്ല ഞാൻ വേണ്ട നിങ്ങൾ കേട്ടാലും ശരി കേട്ടില്ലെങ്കിൽ ശരി ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും എന്താ ആദ്യമായിട്ട് എന്റെ കണ്ണ് നിറയുന്നത് ഞാൻ 3ാം ക്ലാസ് പഠിക്കില്ല ചിലക്കൂടിനാൽ അമ്മ കൊളുത്തിയ പന്തം നെറുകയിൽ കുത്തിവെച്ചു അവളെ മായാടി പുഴയിലെ കൊളുത്തിട്ട് അവളോ നാടകമാടുന്ന പോലെ കണ്ണെഴുതി പൊട്ടുതൊടി കണ്ണനാകാമെന്റെ കൺമണിയേ, കണ്ണനാകാമെന്റെ കൺമണിയേ, കണ്ണനാകാമെന്റെ കൺമണിയേ, നീ കണ്ണനാകാമെന്റെ കൺമണിയേ. ലോകം തലകുലിച്ചിരുന്നു ലോകം. അടുത്ത കോഡ് നമ്പർ 312. കോഡ് നമ്പർ 312 ഫസ്റ്റ് കോൾ. കോഡ് നമ്പർ 312 ഓൺ ദ സ്റ്റേജ്. Play by USB Drive.
ചന്ദൻ എന്നെ മറന്നോ സ്കൂൾ വിക്കിയിലെ അംഗരാഗം പൂജിതാഭസ്മമലശേഖരമായ കപാലം ദൂതം പുലിത്തോൽ ഹരികാല തിലകമായി തൃക്കൺ കഴുത്തിലതരത്നഹാരം പോലെ സർപ്പരാജൻ എന്തത്ഭുതം പരം പരമേശ്വരനോ തിരുമൽ നാളെ മഹേന്ദ്രജാലം അഖില ലോകേശ്വരൻ ധ്യാനവിരതൻ യോഗീശ്വരനായി തവത്തെ മേളയും നിറയുന്നു ഭുവനേശ്വരനൊപ്പം ത്രിഭുവനമാകെയും മരമൊടു കല്ലുകൾ കനകം വെള്ളി മനവിയലും പഠിച്ചെമ്പു വിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യയിലെത്താ